ഹലോ ഗായ്സ്, അപ്പോൾ ക്രിസ്മസ് ഒക്കെ ഇങ്ങ് എത്തിയല്ലേ. അപ്പോൾ ഒരു ദിവസം ഞാൻ സുധീഷ് ചേട്ടനോട് പറഞ്ഞു, എനിക്കൊരു പുൽക്കൂട് ഉണ്ടാക്കി തരാമോന്നേ, ഒരു സ്റ്റാറും വാങ്ങിച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സുധീഷ് ചേട്ടൻ കോട്ടയത്ത് നിന്ന് ജോലി ചെയ്യുകയാണ്. ആൾ നാട്ടിൽ വന്ന സമയത്ത് തിരുവല്ലേന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പുൽക്കൂടിനുള്ള. എനിക്ക് സർപ്രൈസ് ആയിരുന്നു. വന്ന വഴി തന്നെ ആൾ കമ്പ് വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു പുൽക്കൂടിന്. അപ്പോഴാണ് നമ്മുടെ അവിടെ ഒരു സ്ക്വയർ ബോക്സ് കിടന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാന്നേ. അങ്ങനെ ആൾ വന്ന് എല്ലാം സെറ്റാക്കി എനിക്ക് തരികയാണ് കേട്ടോ. ആളൊരു ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് തന്നെ വയറിങ്ങും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം എളുപ്പമായിരുന്നു കേട്ടോ. കണക്ഷനും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞൊരു കാര്യം നോ പറയാതെ തന്നെ, പിന്നെന്താ നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അത് ഞാൻ സാധിച്ചു തരാമല്ലോ എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ, അതാണ് നമുക്ക് എന്താ പറയുന്നത്, ഒരുപാട് സന്തോഷത്തിലെത്തിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാനും സുധീഷ് ചേട്ടനും നിതീഷ് ചേട്ടനും നിച്ചി ചിഞ്ചു ചേച്ചി ഞങ്ങളെല്ലാവരും കൂടാണ് ഈ ഒരു കൂട് സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പം അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്പുറത്തെ വീട്ടിൽ പട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ പട്ടിയും പൂച്ചയും ഒന്നും കയറി തള്ളിയിടണ്ടാലോ എന്നും വെച്ചിട്ട് ഞങ്ങളൊരു മുകൾ ഭാഗത്തായിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു രക്ഷയില്ല, നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അതിനപ്പുറം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വേണമെന്ന് പറയുന്ന കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെക്കാതെ അപ്പം തന്നെ നമുക്ക് നടത്തി തരാൻ ഒരാളുണ്ടെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അതും എനിക്ക് നല്ല സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്.